So hello guys, welcome back to Points and Vlogs. Guys, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ചാലഞ്ചിന്റെ പേരാണ് നെയിം പ്ലേസ് തിങ് ആനിമൽ ഓർ ബേർഡ്. അതെ ഗൈസ്, ഇതെന്ന് പറഞ്ഞാൽ എന്റെ ചെറുപ്പം തൊട്ട് കളിച്ച ഒരു ഗെയിമാണ്. അപ്പൊ ഇത് ലെറ്റർ, നെയിം, പ്ലേസ്, തിങ്, ആനിമൽ ഓർ ബേർഡ്, മാർക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഞങ്ങളൊരു പേപ്പറിൽ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ലെറ്റർ പറയും, ആ ലെറ്റർ വെച്ചിട്ട് പെട്ടെന്ന് എഴുതണം. എന്നിട്ട് സെയിം ആയിട്ട് എഴുതുവാണെങ്കിൽ 5 മാർക്ക്. അങ്ങനെ അമ്മ അമ്മു എഴുതി, ഞാൻ അപ്പൊ നീ വെച്ചോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും 10 കിട്ടും. അതുമല്ല, അമ്മയല്ലേ ആദ്യം പറഞ്ഞ അമ്മ പണ്ട് മുതൽ കളിച്ചു വന്നത് സിനിമയും കൂടെ ആയിരുന്നു. ഇന്ന് സിനിമയൊന്നുമില്ല ഗൈസ്. അതെ ഗൈസ്, പണ്ട് ഞങ്ങൾ കളിച്ച സമയത്ത് പിന്നെ പേര്, സ്ഥലം, സാധനം, മൃഗം, സിനിമ പേര് അങ്ങനെ ചെറുപ്പത്തിൽ കളിച്ചത്. ഇപ്പം സിനിമ പേരൊന്നും അങ്ങനെ അറിയത്തില്ല. അപ്പൊ നമ്മൾ സിനിമ അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഇത് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ പൊന്നു മനസ്സിൽ ABCD EFG അങ്ങനെ മനസ്സിലിങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾ ഒരാളെ സ്റ്റാർട്ട്, ഒരാളെ സ്റ്റോപ്പ്. സ്റ്റോപ്പ് പറയുന്ന സമയത്ത് ഏതാണോ മനസ്സിൽ ലെറ്റർ വന്നിരിക്കുന്നത് ആ ലെറ്റർ പറയണം. ആ ലെറ്റർ വെച്ചാണ് നമ്മൾ ഇപ്പൊ ഞാൻ പൊന്നിനോട് സ്റ്റാർട്ട് പറയാം. അപ്പൊ പൊന്നു അങ്ങനെ ABCD മനസ്സിൽ പറയും. മനസ്സിൽ. എന്നിട്ട് അമ്മ എപ്പോഴേലും സ്റ്റോപ്പ് എന്ന് പറയും. ആ സമയത്ത് ഏത് ലെറ്ററാണോ വരുന്നത് ആ ലെറ്റർ വെച്ചാണ് നമുക്ക് ഇത് എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ഗെയിം തുടങ്ങിയാലോ? അപ്പൊ സ്റ്റെപ്പ് എം. നമ്മുടെ മനസ്സിൽ വന്ന എം. അപ്പൊ എം വെച്ച് നമുക്ക് എഴുതാം. ലെറ്റർ എം. അയ്യോ, ഞാൻ പറഞ്ഞു വേറെന്തേലും കണ്ടിടിയ. ഓക്കെ, ആനിമൽ ഓർ ബേർഡ്. ആനിമൽ ബേർഡ് എനിക്ക് കിട്ടുന്നില്ല. പ്ലേസ് എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ ഗൈസ്, എന്റെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനും എല്ലാം എഴുതിയിട്ടുണ്ട്. വിട്ടിട്ടുണ്ടോ? ഒന്നും വിട്ടിട്ടില്ല. ഇപ്പം സെയിം ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു. ഒരെണ്ണം കോമൺ ആയിട്ടുള്ളതാണ്, അത് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരേ കാര്യം തന്നെ എഴുതുന്നവർക്ക് 5 പോയിന്റ്, എഴുതാത്തവർക്ക് 10 പോയിന്റ്. അങ്ങനെയാണ് പോയിന്റ്. അപ്പൊ നമുക്ക് ടിക് ടിക് 1 തുടങ്ങാം. പൊന്നു ടിക് ടിക് 1 ആ സമയത്ത് ഓർക്കാൻ വേണ്ടി. ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4, ടിക് ടിക് 5, ടിക് ടിക് 6, ടിക് ടിക് 7, ടിക് ടിക് 8, ടിക് ടിക് 9, ടിക് ടിക് 10. അപ്പൊ പറയാം. എം വെച്ചിട്ട് നെയിം മനു. ഗൈസ് 5 മാർക്ക്. ഞങ്ങൾക്ക് 5. ഞങ്ങൾ മനപ്പുറത്തുമാണ് ഗൈസ്, അതുകൊണ്ടാ സെയിം പേര്. പ്ലേസ് മണിപ്പൂർ. വീണ്ടും 5 മാർക്ക്. ഞങ്ങൾ 2 സെയിം മണിപ്പൂർ എഴുതി. ഞങ്ങൾക്ക് 2 ഭയങ്കര മനപ്പുറത്വമാണ് ഗൈസ്. അതായത് തിങ് മാറ്റ്. ഓക്കെ, അതിന് 10 മാർക്ക്. അപ്പൊ 3 പേര് റയറായിട്ട് എഴുതുക. ആനിമൽ ഓർ ബേർഡ് മങ്കി. 5 മാർക്ക്. ഒന്നും എഴുതിയിട്ടില്ല. അപ്പം 5, 10, 20. എനിക്ക് 5, 5, 10, 10, 20, 25, 25. സോറി, 30. അവളാണെങ്കിൽ ആനിമൽ എഴുതാൻ നമുക്ക് 30 കിട്ടി. എഴുതിയിട്ട് തന്നെ 25. ഇനി അടുത്തത് സോണി. സ്റ്റോപ്പ് പറഞ്ഞേ. എല്ല് വെച്ചിട്ട്
എനിക്ക് വലിയ പേര് പോലും കിട്ടുന്നില്ല. അപ്പോഴല്ലയോ തിങ് എനിക്ക് കിട്ടും. തിങ് എപ്പോഴാണ് ആനിമൽ ബേർഡ്. ആനിമൽ ബേർഡ് പ്ലേസ് കിട്ടിയില്ല, ആനിമൽ ബേർഡ് കിട്ടിയില്ല. എനിക്ക് കിട്ടിയ ആനിമൽ ബേർഡ് പ്ലേസും കിട്ടിയില്ല, എനിക്ക് നെയിമും കിട്ടിയില്ല. എല്ലാം വെച്ച് ഗൈസ് എനിക്കെല്ലാം കിട്ടിയേ. കിട്ടിയോ അമ്മ? എനിക്കെല്ലാം സത്യോ? ഇല്ല, എല്ലാം കിട്ടി. അയ്യോ അമ്മ, എനിക്ക് അമ്മ ഒരു ക്ലൂ തരുമോ അമ്മ? നോ ക്ലൂ. നെയിമിനൊരു ക്ലൂ. എനിക്കെല്ലാം കിട്ടി, എനിക്കെല്ലാം കിട്ടി. രണ്ടെണ്ണം എനിക്ക് കിട്ടിയില്ല. നിനക്ക് എത്രണ്ണം കിട്ടും? അപ്പൊ ടിക് ടിക് 1 എഴുതാമേ, എണ്ണാമേ. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4, എന്റെ നിനക്ക് ടിക് ടിക് 5, ടിക് ടിക് 6, ടിക് ടിക് 7, എന്തുവാ? ടിക് ടിക് 7, ടിക് ടിക് 8, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ടിക് ടിക് 9. എന്തിനാ ഉണ്ട്? അമ്മ 10 തന്നെ. അപ്പൊ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ കുഴപ്പമില്ല. എനിക്ക് ഒറ്റ ഒന്നും കിട്ടിയില്ല. 10. അത് നെയിം കിട്ടിയില്ലടി. നെയിം ഇതിന് പാടാണ്. അപ്പം നമുക്ക് പറയാം. നെയിം ലീന. ലിയോന. ഓക്കെ, ഒന്നും എഴുതിയില്ല. ഓക്കെ. പൂജി. ലാൽ എഴുതായിരുന്നല്ലോ, ലാല്. ലിജി. ലിനു, ലിജി, ഒന്നും കിട്ടിയില്ല ആ സമയത്ത്. ലിയ, ലിയ, ആ സമയത്ത് ഒന്നും കിട്ടിയില്ല. ലിജോ, ലിജു. പ്ലേസ് എന്തോരം എന്ത് വെച്ചിട്ടുണ്ട്? പ്ലേസ് ലഡാക്ക്. ഗായ്സ്, സോനു ഞാനും ഭയങ്കര മേലെ കോപ്പി അടിക്കുന്നില്ല. ലഡാക്ക് ഞങ്ങൾ കണ്ടു. ലഡാക്ക് എഴുതിച്ചു. തിങ്ങെന്തുവാ? തിങ് ലേസ്. ലെഗോ. ഓക്കെ, അതിന് കിട്ടിയല്ലോ. ലെബൺ. അടുത്ത ആനിമൽ ഓർ ബേർഡ് ലയൺ. 5. 5 മാർക്ക്, എല്ലാരും 5. അപ്പൊ എഴുതിയിരിക്കുന്നത് 10, 20 and 30. 20. എനിക്ക് 30 പോയിന്റ്. എനിക്ക് 30. കുഴപ്പമില്ല. എനിക്ക് 30. കിട്ടുന്നേ എനിക്ക്. അപ്പൊ അടുത്ത എനിക്കാ, ഞാനാ. ജി വെച്ച്. ജിയെ ജീവിച്ചെന്തുവാ പേര്? ജീവിച്ചെന്തുവാണ് പേര്? നിങ്ങൾക്ക് എന്തെങ്കിലും പേര് കിട്ടിയോ? ഫിനിഷ്. പേരത്തിരി അടുത്ത് നോക്ക്. പ്ലേസ് എന്തുവാ ജീവിച്ചിട്ട്? അതും കിട്ടുന്നില്ല. ഇതാ എനിക്ക് ഇഷ്ടമല്ല. നമ്മുടെ നെയ്ബർ എളുപ്പമുള്ള സ്ഥലം. ഒരുണ്ടേ ഇപ്പൊ കിട്ടി. ഒരു തിങ്ങ ജീവിച്ചിട്ട് തിങ്ങെന്തുവാ? ഗൈസ് ഞാൻ എഴുതി, എനിക്കെല്ലാം കിട്ടി. ഒരമ്മ ഇപ്പഴല്ലേ അമ്മ ഇത്രയും കൊണ്ടത്? എനിക്ക് എന്തുവാ? എനിക്കെല്ലാം കിട്ടി ഗൈസ്. പക്ഷെ എനിക്ക് രണ്ടാമത്തെ നെയിം കിട്ടുന്നില്ല. 2 നെയിം എന്തൊക്കെ നെയ്മോ? എന്ത് വേണ്ട സോനുമോന്? നെയിം ജീവിച്ചിട്ട് ജി വെച്ച് തിങ്ങും ആനിമൽ ഓർബേഡും നെയിമും. നെയ്മോ? ഞാൻ ഒരു ക്ലൂ കൊടുക്കാം. കുഞ്ഞല്ലേ, ഒരു ക്ലൂ കൊടുക്കാം. നീ ആ ആടെ പേര് വെച്ചിട്ട് സിനിമയിലെ ഡയലോഗ് റീൽ ചെയ്തിട്ടുണ്ട്. ഒരു സാറിന്റെ, പോലീസുകാരനായിട്ട് സാറിന്റെ. അത് ജി വെച്ചാണ്. കുഞ്ഞല്ലേ? യെസ്, കുഞ്ഞല്ലേ ഗൈസ്? ഒരു ക്ലൂ എന്തെല്ലാം ഉണ്ട്? ആ പോട്ട്. കുഞ്ഞല്ലേ ഗൈസ്? ഒരു ക്ലൂ തരത്തില്ല കേട്ടോ. ഒറ്റ വട്ടത്തിലെ സ്ക്രൂ തരത്തല്ലേ. ആനിമൽ ഓർബേഡ് എന്തുവാ? അതൊന്നും ഞാൻ പറയത്തില്ല. അത് പറയുന്നത് ഇനി ക്ലൂ തരത്തില്ല കേട്ടോ. ഈ ഒരു ഒറ്റ പദ്ധതിക്ക് സോനിമോനുള്ള സോഫ്റ്റ് കോർണറും കൊണ്ട് അപ്പൊ നമുക്ക് തുടങ്ങാം. ജി വെച്ച് ജിജു. ജോർജ്. 10 മാർക്ക് എല്ലാവർക്കും ഉണ്ട്. പ്ലേസ് ഗുജറാത്ത്. ഗുജറാത്ത്. 5. തിങ് ഗം. ഗൺ. എന്തോ ഗിഫ്റ്റ്. ഗിഫ്റ്റ്. അടുത്തത് ആനിമൽ ഓർ ബേർഡ്. ഗോട്ട്. ഗോറില്ല, ഗോട്ട്. ജിറാഫ്.
അപ്പൊ എല്ലാവർക്കും കിട്ടി guys. 10, 20, 30, 35. എനിക്ക് 35. എനിക്ക് 40. ഓക്കെ. പക്ഷേ മുൻപ് ഞാനാണ് അടുത്തത് പൊന്നു. അടുത്തത് വീണ്ടും പൊന്നു. സ്റ്റോപ്പ്. എല്ലാം നമ്മൾ പറഞ്ഞാണ് ഗൈസ്. അപ്പൊ ഒന്നുകൂടെ സ്റ്റാർട്ട്. സ്റ്റോപ്പ്. എച്ച്. പ്ലീസ് ക്ലൂ കൊടുക്കലാമ്മ. ഇല്ല വെച്ച് വെച്ചിട്ട് പ്ലീസ് ഫിനിഷ് ഫുൾ ഫിനിഷ്. ആവശ്യമുള്ളപ്പോൾ ഞാൻ മാത്രം പോകുന്നില്ല. ഫിനിഷ്. എനിക്ക് കിട്ടി ഗൈസ്. ഇപ്പഴാണല്ലേ ഫുള്ള് കിട്ടി. ഇപ്പഴാണല്ലോ. ആ ഓക്കെ. എപ്പോഴായിരുന്നു? വെച്ചിട്ട് കേൾക്കണ്ടോ? എനിക്ക് ആവശ്യമുള്ളപ്പോൾ കിട്ടുന്നില്ല. മെമ്മറി എന്താണ്? ടിക് ടിക് 1. ഇതെന്താ കളിയാ? സമയം പോവാ. ടിക് ടിക് 2. ടിക് ടിക് 3. ടിക് ടിക് 4. ടിക് ടിക് 5. ടിക് ടിക് 6. ടിക് ടിക് 7. ടിക് ടിക് 8. ടിക് ടിക് 9. ടിക് ടിക് 10. അപ്പൊ നമുക്ക് വായിക്കാം. എച്ച് വെച്ച് നെയ്മ് ഹരിഹരൻ. എന്റെ കൂട്ടുകാരനെ തട്ടിയെടുത്തമ്മ. മോൻ എന്താ എഴുതിയേ? ഹെൻറി. ഓക്കെ. ഹാനോക്ക് 10. ഈ ഹാനോക്ക് എന്റെ ഫ്രണ്ട്സ്. ഇത് രണ്ടും എന്റെ ഫ്രണ്ട്സ് എഴുതിയത്. പിന്നെ പ്ലേസ് ഹരിപ്പാട്. മോൻ എന്താ എഴുതിയേ? പ്ലേസ് എന്താ? ഹൈദരാബാദ്. ഹിമാലയുണ്ട്. അതെ. തിങ് ഹട്ട്. ഹുക്ക്. ഓക്കെ. ആനിമൽ ഓർ ബേർഡ് ഹോഴ്സ്. സോറി 0. അപ്പോൾ എനിക്ക് 1, 2, 3, 4 40 മാർക്ക് കിട്ടി. എനിക്ക് 40. ഇനി അടുത്തത് ആരാ? സ്റ്റാർട്ട്. സ്റ്റോപ്പ്. വീട്ടിലെ കാര്യങ്ങളൊന്നും നമ്മൾ പി. പി കൊണ്ട് വേറെന്തോ ഞാൻ മറന്നു പോയത്. ആവശ്യമുള്ളപ്പോൾ എനിക്ക് കിട്ടുന്നില്ല. ഫിനിഷ്. അയ്യോ എന്തുവാടെ? അമ്മ ഈ സ്ഥലത്തിലുള്ള സ്ഥലം പറയാൻ പറ്റും? അതിനെ പറ്റും. അതല്ല, ഇപ്പൊ കോഴിക്കോടിലൊരു സൂ ഉണ്ട്. അങ്ങനെ വരത്തില്ല. അപ്പൊ അതും പോയി. അമ്മ എഴുതിക്കാനോ? ഇല്ല എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് എഴുതട്ടെ. ഓ ആനിമൽ ഓർബേഡ് പി വെച്ചിട്ട് തന്നെ നെയ്ബറിന്റെ വീട്ടിലെ സാധനമുണ്ടല്ലോ. നെയ്ബറിന്റെ വീട്ടിൽ സാധനങ്ങളുണ്ടല്ലോ. നെയ്ബറിന്റെ വീട്ടിൽ ചുണ്ടൊക്കെ. എനിക്ക് കിട്ടി ഗൈസ്. എല്ലാം കിട്ടി ഗൈസ്. എനിക്ക് ഒരെണ്ണം കൂടെ കിട്ടിയത്. അമ്മ ഇപ്പഴേ വണ്ടി ഉത്തരവില്ല. അതൊന്നുമില്ല. ഇനി പ്ലേസ് മാത്രമേ എനിക്ക് കിട്ടിയ പ്ലേസ്. ഇഷ്ടം പോലെ. അല്ല എനിക്ക് അറിയാം, പക്ഷെ എനിക്ക് ഇപ്പം കിട്ടുന്നില്ല. നമ്മുടെ 11 ചെറിയ ക്ലൂ കൊടുക്കാം ഗൈസ്. നമ്മുടെ 14 ജില്ലയിലെ ഒരു ജില്ലയുടെ പേര് ആ പ്ലേസ് ആ പി വെച്ചിട്ടാണ്. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3 എഴുതിയോ? അപ്പൊ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞാലോ, പി വെച്ചിട്ട് പേര് നെയ് പിങ്കി. പാറു. 10 കിട്ടി. പ്ലേസ് പുനലൂർ, പാലക്കാട്. പഞ്ചാബ്. അടുത്ത തിങ് പെൻ. 5. ആനിമൽ ഓർ ബേർഡ് പിജിയൻ. പീക്കോക്ക്. 10, 20, 25, 35, 35. അപ്പൊ അടുത്ത ആരാ? ഞാനാണോ? സ്റ്റോപ്പ്.
എല്ലാം ഗൈസ് പക്ഷെ മറ്റേ എല്ലാം എഴുതി അപ്പൊ ഒന്നുകൂടെ സ്റ്റാർട്ട്. ആറ്. അമ്മ ഇങ്ങനെ ഒരു പേരുണ്ട് കേട്ടോ. പൊന്നിനോട് ചോദിച്ചാൽ മതി. ഒരു ചേച്ചിയുണ്ട്. ജാലിയല്ല. പിന്നെ പ്ലേസ് എന്തോ എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് പേരെങ്കിലും കിട്ടി ആലോചിച്ച്. എനിക്ക് എന്തോ പ്ലേസ് കിട്ടുന്നില്ല ഗൈസ്. തിന്നു നോക്കട്ടെ. ആ കിട്ടി പ്ലേസ്. ഇനി തിങ് പിയേ R4 എന്തോ തിങ്ങ. ഗൈസ് എനിക്ക് എല്ലാം കിട്ടിയേ. ഇത് ഒരു തിങ്ങ. ഈ പൊന്നിന് ഫുഡ് ഐറ്റംസ് എഴുതിയ എനിക്ക് എന്താ ഇത് എഴുതിയ ആനിമൽ ഓർ ബേർഡ്. കിട്ടി ഗൈസ് എനിക്ക് ആനിമൽ ഓർ ബേർഡ്. ടിക് ടിക് 1 ടിക് ടിക് 2 ടിക് ടിക് 3 അമ്മ ഒരു പ്ലേസ് മിസ്. ക്ലാക്ക് ക്ലാക്ക് ക്ലിക്ക് ക്ലിക്ക് മൂവ്. ആറ് വെച്ച് പ്ലേസ് ഞാൻ ആലോചിക്കട്ടെ ഗൈസ്. ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ ആലോചിക്കാം. ആറ് വെച്ച് ആനിമൽ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ വരുന്നത്. അതെ. പിന്നെ പ്ലേസ് 6 വെച്ച് ഓർമ്മ എനിക്ക് ഓർമ്മ വന്നു. അത് ഞാൻ എഴുതി. ഇനി വേറെ എനിക്ക് അങ്ങോട്ട് ഓർമ്മ വരുന്നത് നോക്കട്ടെ. എഴുതിയോ? ഒരു ക്ലൂ തരാം. 6 വെച്ച സ്ഥലം ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. പണ്ട് കല്യാണത്തിന് മുമ്പ് ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്ഥലത്ത് കിട്ടി. അമ്മ പണ്ട് അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വെഡിങ്ങിന് മുമ്പ് വെഡിങ് ആനിവേഴ്സറിക്ക് വന്ന ഒരാളില്ലയോ? അവരെവിടുന്നാ? തിങ്ങോ? തിങ്ങ് ഉണ്ടല്ലോ. ഉണ്ടോ? ഞാനേ ഇവർക്കൊന്നും അറിയാത്ത തിങ്ങ. അതാണ് നമ്മള് തിങ്ങ് ഞാൻ കാണിച്ചു തരാവേ. അങ്ങനല്ല, ഞാൻ ഒരു എക്സാമ്പിളൊക്കെ കാണിച്ചു തരാം. അപ്പൊ ഇപ്പഴാണ് ടിക് ടിക് 1 ടിക് ടിക് 2 ടിക് ടിക് 2 ടിക് ടിക് 3 ടിക് ടിക് 3. എനിക്ക് തന്നെ കഷ്ടപ്പെട്ടാ കിട്ടിയത്. വേറെ എനിക്ക് ഓർമ്മ വരുന്നില്ല. ടിക് ടിക് 5 ടിക് ടിക് 6 ടിക് ടിക് 6 ടിക് ടിക് 7 ടിക് ടിക് 7 ടിക് ടിക് 8 ടിക് ടിക് 9 ടിക് ടിക് 10. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം. നെയിം റിയ. റൂബി ചേച്ചി റീന. പ്ലേസ് റായ്പൂർ. ഒരു 10 എഴുതിക്കോട്ടെ. റാണി രാജസ്ഥാൻ. ഓക്കെ. തിങ് റോബോട്ട്. റാമ്പ്. റാമ്പ് എന്ന് വെച്ചാൽ ഈ വണ്ടി ചാടുന്ന ഒരു സാധനമില്ലേ? ആ സാധനം. റാമോ? അതെന്തോ? കമ്പ്യൂട്ടർ റാമ കമ്പ്യൂട്ടറിന്റെ ഒരു പാർട്ടാണ്. എനിക്കറിയാം. റാമും ഉണ്ട് റോമും ഉണ്ട്. ആനിമൽ ഓർ ബേർഡ്. റാബിറ്റ്. റാറ്റ്. 5 1 2 3 35. 40. അപ്പൊ നമുക്ക് ഇനി ഒരു റൗണ്ട് കൂടെ ഉള്ളൂ. ഇപ്പൊ ഞാനല്ലായിരുന്നോ? ഇനി പൊന്നു സോനു ഞാൻ ഇനി ഒരു റൗണ്ട് കൂടെ കളിച്ചിട്ട് നമുക്ക് ഈ കളി നിർത്താം ഗൈസ്. കാരണം ഇത് നിറയാറായി. ഞങ്ങൾ പറഞ്ഞതാണ് ഈ ഷീറ്റ് ഫുള്ള് നിറയണം. അതാണ് അതാണ് പറഞ്ഞത്. അപ്പൊ ഒരു റൗണ്ട് കൂടെ കളിക്കാം. സ്റ്റാർട്ട്. ഞാനാ പറഞ്ഞത്. സ്റ്റോപ്പ് പറ. സ്റ്റോപ്പ്. നീ ചെന്നൂറ് പറ. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. കെ കെ കെ. ഇതെന്തുവാ കേം കൊണ്ടുള്ള പ്ലേസ്? എന്റെ കോപ്പി അടിക്കില്ല. ഞാൻ ഇത് ലാസ്റ്റ് ആയിട്ട് കളിച്ച അപ്പോഴും ഈ പ്ലേസ് ആയിട്ട് എഴുതി. ടിങ്ങ കെ വെച്ചിട്ട് കറി സീയ. ഫുൾ കംപ്ലീറ്റ്. ഫുൾ കംപ്ലീറ്റ്. യെസ്, ഞാൻ കംപ്ലീറ്റ് ചെയ്തു. K for എന്ത്?
എനിക്ക് മറന്നുപോയി. ഒരു ക്ലൂ കൊടുക്കാം. അതെന്തുവാ? അതെ, നമ്മൾ മേപ്പോട്ട് ഒരു നൂല് ഒരു സാധനമൊക്കെയുണ്ട്, ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ കാറ്റത്ത് പറത്ത് വിടുന്ന സാധനം. അതാണ് ഗൈസ് ഞാൻ ആക്ഷൻ കാണിച്ചത്. അപ്പോൾ നമുക്ക് ഇനി ആനിമൽ ഓർ ബേർഡ് കേട്ടിട്ട് കിട്ടും. പിന്നെ പൗച്ച് റിലേറ്റഡ് ടിക് ടിക് 1 ടിക് ടിക് 2 ടിക് ടിക് 3 ടിക് ടിക് 4 വയറ്റിൽ പൗച്ചൊക്കെ ഉണ്ട്. ടിക് ടിക് 5 വയറ്റിൽ പൗച്ചൊക്കെ ഉണ്ട്. വയറ്റിൽ പൗച്ചൊക്കെ ഉണ്ട്. അമ്മ പറ. അവൻ നമുക്ക് തുടങ്ങാം. എന്നാ ഒന്നുകൂടെ ഞാൻ പറയാം, വഴക്കുണ്ടാക്കാതെ. ടിക് ടിക് 1 ടിക് ടിക് 2 ടിക് ടിക് 3 ടിക് ടിക് 4 ടിക് ടിക് 5 ടിക് ടിക് 6 ടിക് ടിക് 7 ടിക് ടിക് 8 ടിക് 6 ടിക് ടിക് 9 ടിക് ടിക് 10. ഓക്കെ. എന്റെ ദൈവം. അപ്പോൾ അടുത്തത് ലെറ്റർ കെ. നെയിം കിരൺ. കെവിൻ. പ്ലേസ് കോമല്ലൂർ, ഞങ്ങളുടെ അടുത്തുണ്ട് സ്ഥലം. കർണാടക. തിങ് കിറ്റ് കാറ്റ്. കെറ്റിൽ. കെറ്റിലോ? അവിടെ വെള്ളം ചൂടാക്കുന്നില്ലേ? അതിന് കെ ആണോ? ആണോ പറഞ്ഞു ഇത്രയും നേരം മുതൽ. ആനിമൽ ഓർ ബേർഡ് കങ്കാരു. 5. എനിക്ക് വൈറ്റ് പൗച്ച് നിൽക്കി ക്ലൂ തന്നില്ല ഞാൻ. ഞാൻ കഴിച്ച ഒരു ക്ലൂ കൊടുത്ത വൈറ്റിൽ പൗച്ച് ഒന്ന്. വൈറ്റ് പൗച്ച് അപ്പം ഇനി ഞാൻ സോനു. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. അപ്പൊ ഈ കിട്ടിയതാണ്. സ്റ്റോപ്പ്. അയ്യോ എന്റെ പൊന്നോ, എനിക്ക് കിട്ടി. പ്രൈസ് എനിക്ക് കിട്ടി. ഇതുകൊണ്ട് തന്നെ നെയിം നമുക്ക് നോക്കാം. നെയിം ഐ വെച്ചിട്ട് കിട്ടി. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കിട്ടി. ഇച്ചിരി കോമാണ്. ആനിമൽ ഓർ ബേർഡ് വെച്ചിട്ടല്ലേ ഐ വെച്ചിട്ട് സ്ട്രക്ചർ ചെയ്താവോ തിങ്ങിന്? ഐ വെച്ച് ആനിമൽ ഓർ ബേർഡ്. അതാണ് നോക്കുന്നത്. ഇല്ല. ഐ വെച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല. നിർത്തി. എന്നാ ഓക്കെ, ഇല്ലെന്ന് തോന്നുന്നു. അപ്പം അപ്പൊ നമുക്ക് നെയിം ഐറിൻ. ഇസ. അടുത്തത് പ്ലേസ് ഇസ്ലാൻഡ്. ഐലൻഡ്. ഐലൻഡ്. ഞാനും ഐലൻഡ് എഴുതി. ഐസ്ലൻഡ് പോലും സോറി ഗൈസ്. ഐസ്ലൻഡ് എഴുതായിരുന്നു. ഞാൻ ഓർത്ത് അതെല്ലാരും എഴുതും. അടുത്തത് തിങ് ഐസ്ക്രീം. ഐസ്ക്രീം. 5. 10. ആനിമൽ 0. അപ്പം 10 20. എനിക്ക് കിട്ടിയിരിക്കുന്നത് 10 15 15 25. അടുത്ത ഞാൻ സ്റ്റാർട്ട് പറഞ്ഞോ. എം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എം എഴുതിയിട്ടുണ്ട് ഗൈസ്. ഒന്നുകൂടെ പറഞ്ഞോ. ജെ. ഇല്ല. ഇനി പ്ലേസ് ജെ വെച്ചിട്ട് സ്വന്തം പേര് എഴുതാൻ പറ്റത്തില്ല കേട്ടോ. നിങ്ങളവർക്ക് ഇത് കാര്യമായിട്ട് എഴുതുമെന്ന് പക്ഷെ അല്ല. ഇനി തിങ്
J for Jada. J for animal bird. എനിക്ക് കിട്ടി ഗൈസ്, എല്ലാം കിട്ടി ഗൈസ്. അതും എനിക്ക് അതും കിട്ടാതെ എനിക്ക് ആനുവൽ ബേഡോ ജെ വെച്ചോ? ഞാൻ എഴുതി നോക്കട്ടെ. അയ്യോ എനിക്ക് തെറ്റിപ്പോയി, സോറി സോറി. ഞാൻ എഴുതിയത് സ്ഥലം എഴുതി വെച്ചു ഗൈസ്, ജയ്പൂർ എഴുതി വെച്ചു. അങ്ങനെ ഞാൻ ആനുവൽ എഴുതിയിട്ട് ഓർക്കുന്നില്ല. ജെ വെച്ചിട്ട് ആലോചിക്കട്ടെ. വെച്ചിട്ട് കാറലിക്ക് എഴുതിയേക്കുന്നത് കണ്ടിട്ടുണ്ട് കൈസ്. അങ്ങനത്തെ ഉണ്ടോന്നും എനിക്ക് അറിയത്തില്ല. കാറലിക്ക് അതിന്റെ എംബ്ലം എനിക്ക് കണ്ടിട്ടുണ്ട് ഞാൻ. ആ കാറുണ്ട്, അതിന്റെ പേരില് കാറുണ്ട്. അപ്പൊ അത് അപ്പൊ അതുകൊണ്ട് അത് അങ്ങനത്തെ ഒരു ആനിമൽ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഉണ്ടോ? അപ്പൊ ടിക് 1 പൊന്നു എഴുതിയില്ല, ടിക് 2, ടിക് 3, ടിക് 4, ടിക് 5, ടിക് 6, 7, 58, പിന്നെ അപ്പൊ നമുക്ക് വായിക്കാമേ. നെയിം ജോമോൻ, ജെ വെച്ച്. ജിയ. പ്ലേസ് ജെറുസലേം, ജപ്പാൻ. തിങ് ജാം, ജാമാണോ? ജുവൽസ്. ഓക്കെ, മിടുക്കൻ. എടാ മിടുക്ക. ആനിമല് ജാഗോർ. അങ്ങനെ ആനിമൽ ഇല്ലേ? ജാക്കറ്റോ? അറിയത്തില്ല. പൊന്നു 0 ആണേ. എനിക്ക് 5. ആ സെയിം അല്ലേ? 10, 10, 20, 30 ഉള്ളൂ എനിക്ക്. അതെങ്ങനെ വന്നു 35? ആ ഓക്കെ, എനിക്ക് 30. അപ്പൊ നമുക്ക് ഇത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് ഇത് ആരാ വിൻ ചെയ്തേക്ക് നോക്കാമേ. ഞാൻ കൂട്ടി നോക്കട്ടെ. 5, 10, 15, 20, 25, 25, 5, 2, 2, 3, 2, 5, 5, 3, 8, 8, 4, 12, 15, 21, 23, 26. തെറ്റ് ചെയ്യുന്നേ, സോറി ഗൈസ്. 5, 10, 15, 20, 25, 5, 2, 2, 4, 4, 3, 7, 7, 3, 10, 14, 14, 3, 17, 20, 23, 25, 28. അടുത്ത സോണിന്റെ ഞാൻ കൂട്ടി കൊടുക്കാം ഗൈസ്. 10, 15, 5, 10, 15, 2, എത്ര എന്റെ മോനെ കൂടിയോ? എനിക്ക് കിട്ടിയേക്കുന്നത് 285. സോണി കിട്ടിയേക്കുന്നത് 270. 295. ശരിയാണ് പൊന്നുവിന് ചെറിയ ചെറിയ മിസ്റ്റേക്ക്, ചെറിയ മാർക്കിനാണ് കുറവ്. പൊന്നുവിന് 295, എനിക്ക് 285, സോനുവിന് 270. ചെറിയ ഒരു 10 മാർക്കിന്റെ മിസ്റ്റേക്കേ ഉള്ളൂ. 15 മാർക്ക്. അപ്പൊ അപ്പം ഇതൊന്നും വലിയ തോൽവിയല്ല ഗൈസ്. തൊട്ടടുത്തടുത്ത് ഒപ്പം ഏകദേശം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.
അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം. ബൈ ബൈ. ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ.